നമസ്കാരം പ്രിയപ്പെട്ടവരെ, ആ നിൽക്കുന്ന അമ്മയെ കണ്ടോ? എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ലോട്ടറി വിൽപ്പനയ്ക്കായി കൊല്ലം നഗരത്തിലേക്ക് വരുന്നതാണ് ആ അമ്മ. അമ്മയ്ക്ക് ഹൃദ്രോഗമുണ്ട്, അതുപോലെ തന്നെ കണ്ണിന് നല്ല കാഴ്ചക്കുറവുമുണ്ട്. വൈകുന്നേരം വരെ ഈ നിൽപ്പ് ഇങ്ങനെ നിന്നാൽ 200 മുതൽ 300 രൂപ വരെ മാത്രമാണ് ഒരു ദിവസം വരുമാനമായി ലഭിക്കുക. അതിരാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് കൊണ്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുവരാനൊന്നും സാധിക്കാറില്ല. അത് വില കൊടുത്ത് വാങ്ങി കഴിക്കാൻ മാത്രമേ കഴിയൂ. ഏറ്റവും കുറഞ്ഞത് 50-60 രൂപ ഉച്ചഭക്ഷണത്തിന് മാത്രം ചിലവാക്കിയാൽ ബാക്കിയുള്ള തുക ഒന്നിനും തികയില്ല. ഇത്തരത്തിൽ ഈ അവസ്ഥയിലുള്ള നിരവധി അമ്മമാർ ഈ കൊല്ലം നഗരത്തിൽ ലോട്ടറി വിൽപ്പന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ രോഗാതുരമായ അവസ്ഥയിലുള്ള നിരവധി സഹോദരങ്ങളും നഗരത്തിലുണ്ട്. കഴിഞ്ഞ 12 വർഷത്തിലധികമായി എല്ലാ ഞായറാഴ്ചകളിലും നമ്മളിങ്ങനെ ഭക്ഷണ പൊതികളുമായിട്ട് ഈ നഗരത്തിലേക്ക് വരുന്നത് അവർക്ക് വേണ്ടിയാണ്, അവർക്ക് ഈ ഭക്ഷണം നൽകാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മൾ അവരുടെ സങ്കടങ്ങൾക്കും പ്രാരാബ്ദങ്ങൾക്കും ഒക്കെ ചെവി കൊടുക്കാറുണ്ട്. അവരെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മറ്റ് രീതിയിലും സഹായിക്കാറുണ്ട്. നമ്മുടെ ഈ പ്രവൃത്തി ചിലപ്പോഴൊക്കെ വിമർശിക്കപ്പെടാറുണ്ട്. ചില അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പോലും നമ്മുടെ പ്രവൃത്തിയെ വിമർശിക്കാറുണ്ട്. എന്തിനാണ് ഇങ്ങനെ റോഡരികിൽ ചോറുപൊതികളുമായിട്ട് വരുന്നത്? നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ മറ്റോ കൊണ്ടുപോയി കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ച് പലരും വരാറുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിലാണ് ഈ വീഡിയോ. ആരോഗ്യത്തോടെ ഇരിക്കാൻ സർവശക്തൻ അനുവദിക്കുന്ന കാലത്തോളം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെയൊക്കെ പിന്തുണയുള്ള കാലത്തോളം ഈ പ്രവൃത്തി ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. ഈ വീഡിയോ ഇത്രയും നേരം വീക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാദരങ്ങളോടെ നന്ദി. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ആ നിൽക്കുന്ന അമ്മയെ കണ്ടോ? എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ലോട്ടറി വിൽപ്പനയ്ക്കായി കൊല്ലം നഗരത്തിലേക്ക് വരുന്നതാണ് ആ അമ്മ. അമ്മയ്ക്ക് ഹൃദ്രോഗമുണ്ട്, അതുപോലെ തന്നെ കണ്ണിന് നല്ല കാഴ്ചക്കുറവുമുണ്ട്. വൈകുന്നേരം വരെ ഈ നിൽപ്പ് ഇങ്ങനെ നിന്നാൽ 200 മുതൽ 300 രൂപ വരെ മാത്രമാണ് ഒരു ദിവസം വരുമാനമായി ലഭിക്കുക. അതിരാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് കൊണ്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുവരാനൊന്നും സാധിക്കാറില്ല. അത് വില കൊടുത്ത് വാങ്ങി കഴിക്കാൻ മാത്രമേ കഴിയൂ. ഏറ്റവും കുറഞ്ഞത് 50-60 രൂപ ഉച്ചഭക്ഷണത്തിന് മാത്രം ചിലവാക്കിയാൽ ബാക്കിയുള്ള തുക ഒന്നിനും തികയില്ല. ഇത്തരത്തിൽ ഈ അവസ്ഥയിലുള്ള നിരവധി അമ്മമാർ ഈ കൊല്ലം നഗരത്തിൽ ലോട്ടറി വിൽപ്പന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ രോഗാതുരമായ അവസ്ഥയിലുള്ള നിരവധി